ഓക്കെ, എല്ലാരെയും കിട്ടി. കിട്ടാലോ? 2.5 മണിക്കൂറുണ്ട് സേലം. 1 മണിക്കൂർ തന്നെ. 1.5 മണിക്കൂറുണ്ടോ? ആ, 1.5 മണിക്കൂർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂടെ എടുക്കാം. എവിടെയല്ലോ 6:20. ഓൾ റൈറ്റ്, വെൽക്കം ബാക്ക് ഗൈസ് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ലൊക്കേഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചേക്കുവാണ്. അപ്പം ലൊക്കേഷൻ്റെ പേരാണ് മേഘമലൈ. അപ്പോൾ എൻ്റെ കൂടെ ഒരു 5 പേരൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ചേർത്ത് 5 പേരൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം സേലം എത്താൻ 132 കിലോമീറ്ററുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മളിന്ന് മേഘമല ഇതൊരു സീരീസായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് മേഘമലൈ, പിന്നെ മേഘമലയിൽ ഞങ്ങൾ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്ത് നാളെ രാവിലെ മൂന്നാർ പിടിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാർ വഴി പിന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ മൂന്നാർ പോയിട്ട് എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ, മൂന്നാർ പോയിട്ട് വട്ടവടയും പോകുന്നുണ്ട്. എല്ലാ ലൊക്കേഷനും അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് പാർട്ടായിട്ട് ഞാനിടാം ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഏകദേശം ഒരു 50 കിലോമീറ്റർ ക്രോസ്സായി. നമ്മൾ രാവിലെ 4:30 എന്ന് പറഞ്ഞാണ്. പക്ഷെങ്കിൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ റെഡിയായി പോയി വരുമ്പോഴത്തേക്കിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ റോഡ് നിങ്ങൾ ഒത്തിരിയും കണ്ടിട്ടുണ്ടാവും. എല്ലാ വീഡിയോയിലും ഈ റോഡല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പോകാൻ പലയിടത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ഏകദേശം എല്ലാവർക്കും പരിചയമുള്ള ഒരു റോഡാണ്. ഞാൻ അധികം വെറുപ്പിക്കുന്നില്ല ഈ റോഡ് തന്നെ കാണിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. അപ്പോൾ ശരി ഗൈസ്, കാണാം. നമ്മളിപ്പം ഈ ഡിണ്ടുഗൽ കുമളി റൂട്ടിലേക്ക് കയറി പറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും മേഘമലയ്ക്കുള്ള. പിന്നെ നമുക്ക് ഒരു വഴിയില്ല കയറി പോകാൻ. കാരണം അത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അതുകൊണ്ട് അത് ഏത് സമയത്ത് വേണേലും ക്ലോസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യ Let's see if we can reach before the time. കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വട്ടവട പ്ലാൻ മൊത്തം ഫ്ലോപ്പാവും. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ല. ഞാൻ ഹുഡി ഇട്ടുകൊണ്ട് റൈഡ് ചെയ്തിട്ട് പോലും മൊത്തം ചൂടെടുത്ത് ഒരുമാതിരി പോലൊക്കെയായി. ഫേസെല്ലാം ഒരുമാതിരി പോലൊക്കെ ഡള്ളായി. അറിയില്ല എന്താ ചെയ്യാമെന്ന്, ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നല്ല ടയർഡായി. നമ്മളിപ്പോൾ ഏകദേശം രാവിലെ 4:30 മുതൽ ഓടിക്കുക വണ്ടി. എങ്ങനെ ഓടിച്ചിട്ടും അങ്ങോട്ട് ഓടി എത്താൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ചിന്നമണ്ണൂരിൽ നിന്നാണ് നമുക്ക് ടേൺ എടുക്കാനുള്ളത്. അപ്പോൾ അതിന് 2 കിലോമീറ്റർ. ഓക്കെ,
ബാക്കിയുള്ളവർക്ക് ഈ റൂട്ട് അധികം പരിചയമില്ല, അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് അടിച്ചത്. ക്യാഷ് വിഡ്രോ ചെയ്യണം, കാരണം മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കിന്ന് ഹോട്ടലിൻ്റെ ബില്ലും പിന്നെ രാത്രിത്തെ ഫുഡിൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ളതുകൊണ്ട് കയ്യിൽ ക്യാഷൊന്നുമില്ല. കയ്യിൽ ക്യാഷ് എടുത്ത് വെച്ചിട്ടില്ല. നമുക്കപ്പോൾ അത് ATM ൽ നിന്ന് വിഡ്രോ ചെയ്യണം. അപ്പോൾ ATM കൂടെ കണ്ടുപിടിക്കണം. ഒരു ഐഡിയ ഇല്ല, മൊത്തം ടെൻഷനിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ മൊത്തം അടിച്ച് ഫ്ലോപ്പായി പോകും. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഒരു ATM കിട്ടി. ലെറ്റ്സ് ഗോ, ലെറ്റ് മീ വിഡ്രോ സം ക്യാഷ് ആൻഡ് കം. പുള്ളി നല്ലൊരാളാന്ന് തോന്നുന്നു. പുള്ളി കൈയൊക്കെ കാണിച്ച് കയറി പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, നല്ല കൺജസ്റ്റഡ് റോഡാട്ടോ. അയ്യോ മടുത്തു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് രാവിലെ 4:30 തൊട്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുക, ഇതുവരെ എത്തിയിട്ടുള്ള സ്ഥലത്തേക്ക്. എന്ത് പറ്റിയോ? ചൂടിൻ്റെ കാരണം കൊണ്ടായിരിക്കണം, അവളത്ര വിചാരിച്ച കണക്കിന് അങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടി. അവളത്ര പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്. അവൾ ബ്രേക്സ് ഫ്രീക്വൻ്റ് ആവുന്നുണ്ട്. അങ്ങനൊക്കെ നമ്മൾ ഈ ബ്രേക്സ് ഫ്രീക്വൻ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഗിയറെല്ലാം കൂടെ അരിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഏകദേശം 1/2 മണിക്കൂർ വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് ഈ പ്രശ്നം. ഇനി എത്ര മേഘമല പെട്രോൾ അടിക്കണോ വേണ്ടേ? ഉണ്ടോ? ഒരു മിനിറ്റ്. സ്പെഷ്യൽ ഐസ്ക്രീം തിന്നു നോക്കിക്കേ, കൂളായിട്ട്. ആയിരാ ആൾക്കാരുടെ മല്ലിട്ടോണ്ടിരിക്കുക സമയത്തിനോട്. ഒഫീഷ്യലി എൻ്റർ ആയിരിക്കുകയാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. എടാ വരുന്ന ക്യാമറ ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്ന. ഹൈവേസ് കാണിച്ച് ബോറാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്യാമറയെ ഓണാക്കാഞ്ഞത് ആ സമയത്ത്. ഹൈവേസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച്. നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നതെന്നുള്ളത്. വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻസ്. സോ വി ആർ ഓൺ ഹെയർ പിൻ ബെൻഡ് 6. നമുക്ക് ടോട്ടൽ 18 ഹെയർ പിൻ ബെൻസ് ഉണ്ട് ഇവിടെ. മേഘമലയിൽ. വാൽപ്പാറയിൽ നിന്ന് എപ്പോഴും വരത്തുള്ളൂ, കാരണം അത് ഭയങ്കര സീനിക്കായിരുന്നേ, അതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് താഴെ വെച്ച് കണ്ടില്ലായിരുന്നു തട്ടായിട്ട് റോഡ്. ഇപ്പോൾ നമ്മൾ ആ തട്ടായിട്ടുള്ള റോട്ടിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കണം. സോ ഇന്ന് അവിടെ ചെന്നിട്ട് എന്താണ് പ്രത്യേകിച്ച് പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല. സ്റ്റേയിങ് ഈസ് ആൻ ഓപ്ഷൻ. നിങ്ങളിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സമയത്തൊക്കെ വന്നാൽ കയറ്റി വിടും. ഇല്ലെങ്കിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കില്ല. സോ എക്സ്ട്രീംലി യു ഹാവ് ടു ടേക്ക് നോട്ട് ദാറ്റ് ബിഫോർ 2 o'clock, before 2 or something like that, you have to be here. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര അത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കാം, ടൈം കുറച്ചുകൂടെ അപ്പ് ആൻഡ് ഡൗൺ കിട്ടും. ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് ബി ഇൻ ദാറ്റ് ടൈം, ബിക്കോസ് നിങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിൽ ബെറ്റർ ടു ബി ഇൻ ദാറ്റ് ടൈം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേസ്റ്റ് ആവും ഇത്രയും ദൂരം ഓടിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ബുക്ക് എ സ്റ്റേ, ബിക്കോസ് സ്റ്റേ ഒന്നും അത്രയും കോസ്റ്റ്ലി അല്ല. കാരണം ഇങ്ങനത്തെ ഒരു ഏരിയ ഐ ഡോണ്ട് തിങ്ക് സോ സ്റ്റേ വിൽ ബി കോസ്റ്റ്ലി.
500 പെർ ഹെഡ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കൊരു റൂമൊക്കെ കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങൾ ഒരു ദിവസം ഗൈസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിൽ കണ്ട്, ട്രെയിലിന് പോവാന്ന്. കാട്ടിനുള്ളിൽ കൂടെ റിസർവ് ഫോറസ്റ്റാണ്. എൻ്റെ പൊന്നെ, ഇതെന്താ കല്ലൊക്കെ ഒരിടത്ത് ചോര വരൂ, എൻ്റെ ദൈവമേ. വണ്ടിക്കൊരു പൊള്ളിങ്ങില്ല. Wow. Wow. അതെന്താ ബാരലാണ് സ്റ്റോറിയൻ? ഐ ആം വ്ളോഗിങ് മാൻ. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൈഡിന്റെ എക്സ്പീരിയൻസ്? താങ്കൾക്ക് എങ്ങനെ? എന്താ ഉച്ച മുതൽ ഒരു 12 മണി തൊട്ട് 5 മണി വരെ മോശമായിരുന്നു. ചൂട് 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 ചൂട്. താങ്കളുടെ അഭിപ്രായം? ഓക്കെ. അയ്യോടാ, ഡയറക്റ്റ് അത് പറയാത്. ഇത് ബീപ്പ് അടിക്കണ്ടേ? ബീപ്പ് എങ്ങനെ ഇടുന്നതെന്ന് അറിയത്തില്ല. സിബുട്ടൻ അനിയ, റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. റെക്കോർഡാവുന്നുണ്ടല്ലോ. വ്യൂ അല്ല, ഞാൻ കാണിച്ചു കൊടുത്തു നേരത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡിന്റെ എക്സ്പീരിയൻസ്? ഇതെന്താണ്? കണ്ടന്റ് ഇട്ടിട്ട് ഞാൻ നിങ്ങളെല്ലാം ടാഗ് ചെയ്യാറ്, ഷെയർ, സബ്സ്ക്രൈബ്. അത് പറയല്ലേ, പിന്നെ വീഡിയോ ഇടാൻ പറ്റൂല. താങ്ക് യു ഗൈസ്. ഇട്ടിട്ടോ, ഇതെല്ലാം കയറും യൂട്യൂബിലേക്ക്. 5 എനിക്ക് 234K സബ്സ്ക്രൈബ്. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യൂ.